ടവറിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് ഷിബു തെക്കുംബ്രം MLA. റവന്യൂ ടവറിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ നേരിട്ടെത്തി സന്ദർശിച്ച ശേഷമാണ് MLA ഉറപ്പു നൽകിയത്. 2 പതിറ്റാണ്ടോളം താലൂക്കിന്റെ ഭരണസ്ഥിര കേന്ദ്രമായിരുന്ന നഗരമധ്യത്തിലെ റവന്യൂ ടവർ കാലങ്ങളായി യാതൊരു പരിപാലനവുമില്ലാതെ നാശത്തിന്റെ വക്കിലാണ്. നഗരത്തിലെ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കാൻ ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഹൗസിംഗ് ബോർഡ് സ്ഥാപിച്ചതാണ് ഈ 6 നില മന്ദിരം. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തോടൊപ്പം വ്യാപാരവും മറ്റ് സേവന സ്ഥാപനങ്ങളും ഒട്ടേറെയായതോടെ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഇടമായി റവന്യൂ ടവർ. എന്നാൽ നാളുകൾക്ക് മുൻപ് ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിന് സമീപം മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമായതോടെ സർക്കാർ ഓഫീസുകളെല്ലാം അവിടേക്ക് മാറി. ഇതോടെ റവന്യൂ ടവറിലെ തിരക്ക് കുറഞ്ഞു. വ്യാപാരവും മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളുമായി താഴത്തെ 2 നില മാത്രമാണ് ഇപ്പോൾ സജീവമായുള്ളത്. ബഹുനില മന്ദിരത്തിന്റെ ഏറിയ ഭാഗവും ഒഴിഞ്ഞുകിടക്കുന്ന നിലയിലാണ്. പരിപാലനമില്ലാതെ ടവറിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതമായി, അകവും പുറവുമെല്ലാം പലയിടങ്ങളിലും വൃത്തിഹീനം. വാണിജ്യ ആവശ്യങ്ങൾക്ക് മുറിയെടുത്തവർ സർക്കാർ ഓഫീസുകൾ പ്രവർത്തനം മാറ്റിയതോടെ പ്രതിസന്ധിയിലായി. വരുമാനം കുറഞ്ഞതോടെ പലരും മുറി ഒഴിയുകയുമായിരുന്നു. റവന്യൂ ടവർ ആ ബിൽഡിംഗ് വളരെ നല്ല രീതിയിൽ പണിത് ഇട്ടിട്ട് അത് ഉപയോഗശൂന്യമായ രീതിയിലേക്ക് എടുക്കുകയാണ്. കാരണം അത് ചെടികളൊക്കെ വളർന്ന് വലിയ വൃക്ഷങ്ങൾ പോലെയായി അത് നശിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം മെയിനായിട്ട് കോവളത്തിൻ്റെ ഒരു പ്രശ്നമാണത്. അതുപോലെ ക്ലീനിങ് ആണെങ്കിലും അല്പം നല്ല രീതിയിലൂടെ ക്ലീനിങ് വരുവാണെങ്കിൽ നമ്മുടെ പട്ടണം വളരെ വൃത്തിയായിട്ട് കിടക്കും. കഴിഞ്ഞ ദിവസം MLA ഷിബു തെക്കുംബ്രം റവന്യൂ ടവറിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി കെട്ടിടത്തിന്റെ ദയനീയ സ്ഥിതിയും വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ, ശുചിത്വമില്ലായ്മ തുടങ്ങിയ കാലങ്ങളായി കടയുടമകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാരികൾക്കും ഇവിടെ എത്തുന്നവർക്കും സുരക്ഷിതവും മെച്ചപ്പെടുത്തുമായ സാഹചര്യവും സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് MLA കൂട്ടിച്ചേർത്തു. ലൈഫ് മലയാളം, കോതമംഗലം.